ഹായ്, ഇന്ന് ഡേ 36 ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ ഇറങ്ങി അവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ നിന്ന് ആണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ചെന്നു. യാത്രയായിരുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ കാണാനുണ്ടല്ലോ, കുറേ ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ഞങ്ങൾ പോയി, അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾ ചായ കുടിച്ചു. ഞാൻ, ചാമ്പ്യൻ, കാർത്തിക് സാർ എല്ലാവരും ഉണ്ടായിരുന്നു. then നമ്മൾ പഞ്ചാബിലേക്കുള്ള ട്രെയിൻ കയറി. ഞാൻ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് വീണ്ടും സോറി പറയുകയാണ്. എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ താമസിച്ച്. ഇപ്പോൾ ഇന്ന് ആക്ച്വലി 43 ഡേ ആയി 36ൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക. സോറി. പക്ഷേ ഞാൻ സ്പേസ് ഇല്ല ഒന്നാമത്തെ കാര്യം ഫോണിൽ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിടുക. അപ്പോൾ ഈ പുഷപ്സ് ഇവിടെ ക്യാമറ ആംഗിളിൻ്റെ ഒരു ആംഗിൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഫുള്ള് താഴുന്നില്ല എന്നുള്ള തീമാണ്. ബട്ട് എന്നിരുന്നാലും ഞാൻ ഒരു ഓവറോൾ ഒരു 75 to 90% എന്തായാലും ഞാനൊന്ന് ഡൗൺ ചെയ്യുന്നുണ്ട് എന്തായാലും. കാരണം അത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കൂടുതൽ ഗ്യാപ്പുള്ള കണക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് സ്ലോ മോഷനിൽ നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് തോന്നാം. കാരണം പുഷപ്സ് ഫുള്ള് പോർഷനിൽ വരത്തില്ല. കാരണം അത്രയും കൗണ്ടൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയത്തിൽ വന്നിട്ട് ഫുൾ അല്ലെങ്കിലും എക്സ്റ്റൻഷനും വരില്ല. കാരണം എൻ്റെ ബൈസപ്സ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി. എന്നിരുന്നാലും ഞാൻ അവിടെ നമ്മുടെ എൽബോ അവിടെ ലോക്ക് ചെയ്യുന്നുണ്ട് സംടൈംസ് ഫുള്ള് എഴുന്നേൽക്കാറില്ല. അത് ശരിയാണ്. ഇതും നമ്മുടെ റിസൾട്ട് തന്നെയാണ്. ഇത് നമ്മൾ പുഷ് ചെയ്യുക, കൈക്കാണ് ആ ഒരു ട്രൈസെപ്സിനാണ് കുറേ കൂടി നമ്മൾ കിട്ടുന്നത്. ഈ ഒരു പുഷപ്സ് കുറേ കൂടി വൈഡാക്കി ചെയ്താൽ നമുക്ക് കുറേ കൂടി ചെസ്റ്റ് കിട്ടും. ഇത് ചെസ്റ്റ് ആൻഡ് ട്രൈസ് ആണ്. എന്നിരുന്നാലും മെയിൻലി നമ്മൾ പുഷ് ചെയ്യുവാണ്. പട്ടിയാലയിൽ എത്തിയേക്കാണ്. അപ്പോൾ ആ കൈക്കാണ് കൂടുതൽ നമുക്ക് ബോക്സേഴ്സിന് പഞ്ചസ് ചെയ്യാനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. എന്തായാലും നമ്മളങ്ങനെ പട്ടിയാലയിൽ എത്തിയിരിക്കുകയാണ്. പട്ടിയാല എത്തി. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്റ്റേഷനാണ്. കണ്ട ഒരു വൈബ. നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണി, അത് ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി, കൊള്ളാം. അതിന് ഇവിടുത്തെ ഒരു മിക്സഡ് ബിരിയാണി കുഴപ്പമില്ല. നമ്മുടെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ NICൻ്റെ ഏരിയയിലെത്തി. നേരെ അവിടെ നിന്ന് നമ്മളൊരു PG ഓട്ടോക്കാരനാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. നമ്മൾ നേരെ PG. കുഴപ്പമില്ല, ഒരു ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് മീൻസ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് ആംബിയൻസ് മീൻ ചെയ്തത്. എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മേളിൽ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ താഴെയൊക്കെ തന്നെ ആയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ PG ഇതൊരു ഫാമിലി, താഴെ ഫാമിലിയാണ് താമസിക്കുന്നത്. നമുക്ക് മേളിലാണ് നമ്മുടെ PG റൂം കാര്യങ്ങൾ. ഞങ്ങളെല്ലാം റൂം ഇവിടെ എടുത്ത് കുഴപ്പമില്ല, നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഈ സമയത്ത് ഇപ്പം മഴയും വെയിലും മിക്സഡാണ്. കാരണം വെയിലുള്ളപ്പോൾ നല്ല വെയിലും, മഴ ഇപ്പോഴും മിക്സഡായിട്ട് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചിലപ്പോൾ മഴ പെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ വെയിലാവും. അങ്ങനെ നമ്മൾ അവിടെ 3rd സെറ്റ് പുഷപ്സ് കംപ്ലീറ്റ് ചെയ്ത്. തന്നെ അടുത്ത പുള്ളപ്സാണ്. പുള്ളപ്സിന് നമ്മൾ ഒരു ഏണിയിൽ പിടിച്ച് കയറി നോക്കി. പക്ഷെ അത് കയ്യിൽ അത്ര പിടിക്കാൻ പറ്റത്തില്ല, സൗകര്യമില്ല. കൈ ഇച്ചിരി വൈഡാക്കി പിടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ അതിനകത്ത് തന്നെ മിക്കപ്പോഴും ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. പുള്ളപ്സ് ഓക്കെയാണ്. പിന്നെ അതിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ സ്ഥലം മാറി ട്രൈ ചെയ്ത് നോക്കി. ഇത് അടുത്തിടം ഇത് ഓക്കെയാണ്, പക്ഷേ എന്നാലും ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അടുത്ത നമ്മൾ 2nd സെറ്റ് പുള്ളപ്സ് അങ്ങനെ ട്രൈ ചെയ്ത്. ഈ ഹൈറ്റ് ചാടി കയറാൻ എല്ലാ ദിവസവും മെനക്കേടാണ്. അതുകൊണ്ട് സംടൈംസ് നമ്മളിത് ട്രൈ ചെയ്യും, സംടൈംസ് വേറെ നമ്മൾ നോക്കും. പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒത്തിരി ദൈവം സാധിച്ച സാഹചര്യങ്ങൾ കിട്ടി. അപ്പോൾ നമ്മുടെ 4th സെറ്റ് പുഷപ്സാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും അപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. ഞാനിവിടെ വർക്കൗട്ട് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പുറത്ത് കിടന്ന് ചാമ്പ്യൻ ബെല്ലാട് അവിടെ കിടന്ന് വർക്കൗട്ട് ചെയ്യുന്നു. ഫുള്ള് മോട്ടിവേറ്റഡാണ്. ആൾ ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പം ഞങ്ങളങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്തു. എന്തായാലും അപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ 3rd സെറ്റ് പുള്ളപ്സ് ചെയ്തു. അപ്പോൾ തന്നെ ഇരുട്ടിയായിരുന്നു. പക്ഷേ എന്നാലും ഇവിടെ ഇരുട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 8 മണിയാകുമ്പോഴാണ് ഇവിടെ ഇരുട്ടുന്നത് കേട്ടോ. ഏകദേശം ഒരു 8 മണി ആയായിരുന്നു. നല്ല ഇപ്പോഴൊക്കെ ഒരു 8 മണി ആയെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഇവിടെ വളരെ വൈകിയാണ് നേരെ ഇരുട്ടുന്നത്. അങ്ങനെ നമ്മൾ പുള്ളപ്സ് കംപ്ലീറ്റ് ചെയ്ത് ഷാഡോയിലോട്ട് പോയി. ഷാഡോ ബോക്സിങ്ങിൽ സോനുവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ചാമ്പ്യൻ. ആളുടെ ഷെഡ്യൂൾ പ്രകാരം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെ കണക്കൊരു ചലഞ്ച് അല്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ 1000 പഞ്ചസ് ഒന്നും ചെയ്യേണ്ടായിരുന്നു. അയാളപ്പം വേറെ വർക്കൗട്ടിലോട്ട് മാറി. അങ്ങനെ ഞാനെന്തായാലും നമ്മൾ 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഇരുട്ടായി, നല്ല ഇരുട്ടായി. പിന്നെ നമ്മളെന്തായാലും 1000 പഞ്ചസ് ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഷാഡോ ബോക്സിങ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പഞ്ചും ബാഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഷാഡോ ബോക്സിങ് 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ സ്കീം. സോ 1000 പഞ്ചസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഷാഡോ ബോക്സിങ് ഏറ്റവും അടിപൊളിയാണ്. ബോക്സേഴ്സ് എല്ലാവരും ഷാഡോ ബോക്സിങ് ചെയ്യണം. കാരണം അവരുടെ ആ ഒരു കോർഡിനേഷൻ ആയാലും പഞ്ചസ് എല്ലാം ത്രോ ചെയ്യാനായാലും ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും സ്കിൽസ് എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഷാഡോ ബോക്സിങ് മസ്റ്റാണ്.
ബോക്സർ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഷാഡോ ബോക്സിങ്. ബാക്കി വർക്കൗട്ടുകളെല്ലാം പലതരത്തിലുണ്ട് വർക്കൗട്ടുകൾ. നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ മസിൽ എൻഡുറൻസിനും നമ്മുടെ ഒരു സ്ട്രെങ്തിനും വേണ്ടി മാത്രമേ നമുക്കായിട്ടുള്ളൂ. ബാക്കിയുള്ള സ്കിൽസ് എജിലിറ്റിക്കായാലും ഫ്ലെക്സിബിലിറ്റിക്കായാലും വർക്കൗട്ടുകൾ വേറെ കിടക്കുന്നു. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ ഉടനെ തന്നെ ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇവിടുത്തെ കോച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബോക്സിങ് കോമ്പറ്റീഷൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ഒരു ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വർക്കൗട്ടൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ 1000 പഞ്ചസ് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്യുകയാണ്. അത് അവിടെ റോളൊക്കെ ചെയ്ത് നോക്കുകയാണ്. അവിടെ ഒരു അശ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല തരത്തിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആകുമല്ലോ. അതാണ് നമ്മുടെ റിസൾട്ട്. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും അതിനൊരു റിസൾട്ട് വേണം. അപ്പോൾ ചെയ്യുന്ന റിസൾട്ട് അതാണ്. നമുക്ക് പതുക്കെ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. പിന്നെ പ്രോപ്പർ റെസ്റ്റ് എടുത്താലേ നമുക്ക് റിസൾട്ടുകൾ കിട്ടൂ. റിസൾട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എനിക്ക് റെസ്റ്റ് ഇച്ചിരി കുറവുണ്ട്. കാരണം മോർണിംഗ് നമ്മളൊരു 4 മണിക്ക് എഴുന്നേൽക്കണം. എന്നാലേ നമുക്ക് 6 മണിക്ക് റെഡിയായി അവിടെ എത്താൻ പറ്റൂ. 6 മണിക്ക് എത്തണം. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ വർക്കൗട്ട്സൊക്കെ അതുമാതിരി അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ക്ഷീണമായതുകൊണ്ട് പോയിട്ട് വന്ന് നേരെ ടയേർഡായിരിക്കും. ഒന്ന് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുമായിരിക്കും ചില സമയങ്ങളിൽ. ചിലപ്പോൾ ഉറക്കവും കണക്കായിരിക്കും. അപ്പോൾ ഉറക്കം ഒന്ന് മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ. രാത്രി എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ വളരെ പാടാണ്. ഇപ്പോൾ കുറച്ച് ടയേർഡുണ്ട്. ബട്ട് അതല്ലല്ലോ, നമ്മൾ ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടി പ്രോപ്പർ റെസ്റ്റ്, ഫുഡ് ഇൻടേക്ക് പ്രോപ്പർ ആക്കുന്നുണ്ട് കേട്ടോ. വെളിയിൽ നിന്ന് നമ്മൾ ഇതൊരു വീടാണ്, വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. പ്ലസ് അതുകൂടാതെ നമ്മൾ പുറത്തുനിന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ പറയുന്ന കണക്ക് ചിക്കനൊക്കെ ഒന്നും അവൈലബിൾ അല്ല. അത് ചില കോർണറുകളിൽ പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില സമയത്ത് അങ്ങനെ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. എന്തായാലും ഉഷാറാണ്. ഇപ്പോൾ ഒരിച്ചിരി റെസ്റ്റിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. പക്ഷേ റെസ്റ്റ് എടുക്കുക, അതാണല്ലോ നമുക്ക് റിസൾട്ടിന് വേണ്ടി റെസ്റ്റ് എടുക്കുക. പക്ഷേ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ 1 വീക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കും. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടും. ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നോ ഉറപ്പായിട്ടും മറ്റൊരു വഴി തെളിഞ്ഞിരിക്കും. സ്റ്റേ ഫിറ്റ്. നമ്മുടെ ഷാഡോ ബോക്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് പുഷപ്സ് ആണ്. പുഷപ്സ് നമ്മൾ ചെയ്തു. അപ്പോൾ കുറച്ച് നമ്മൾ ഒരു 2 ആഴ്ചത്തോളം ഇനി കുറച്ച് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ചിലപ്പോൾ ഉറക്കമൊക്കെ പ്രോപ്പർ ആയിരിക്കില്ല, അൺഹെൽത്തി ആയിരിക്കും. പക്ഷേ ഇതൊന്നും ആരും നിങ്ങൾ അനുകരിക്കാനല്ല. എൻ്റെ ചലഞ്ച് ആയതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തിരി ടയർഡാണെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇഞ്ചുറി ആവാതിരിക്കാൻ ഞാനത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചലഞ്ച് ചെയ്യുന്ന കൂട്ടുകാരെല്ലാം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. റെസ്റ്റ് എടുക്കുക, നല്ല ഫുഡ് കഴിക്കുക കേട്ടോ. എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ മിസ്ലീഡ് ചെയ്യുന്നതല്ല, വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല റെസ്റ്റ് എടുക്കുക ഞാൻ പറയുന്നുണ്ട്. ബട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ നിന്നാൽ മിക്കപ്പോഴും ബ്രേക്ക് കുറവായിരിക്കും. അപ്പോൾ അത് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ റെസ്റ്റ് എടുത്ത് കാണണം ബാക്കി വർക്കൗട്ടുകൾ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ പുഷപ്സ് കഴിഞ്ഞ് ബർപ്പീസാണ്. ബർപ്പീസ് നമ്മൾ 50 ബർപ്പീസ് ചെയ്തു. അത് വീടിനകത്ത് തന്നെ അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ തന്നെ 50 ബർപ്പീസും ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമ്മളെ വീഡിയോസ് എല്ലാം നമ്മൾ അത്യാവശ്യം ഓടിച്ചാണ് വിടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ 5 മിനിറ്റിനകത്ത് ആക്കണമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്രയൊക്കെ തന്നെ ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ 4th സെറ്റ് പുള്ളപ്സ് ആണ്. 4th സെറ്റ് പുള്ളപ്സ് നമ്മൾ അങ്ങനെ സ്റ്റെയറിൽ നമ്മൾ ചെയ്തു. 4th സെറ്റ് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ അവിടുത്തെ നല്ല ഫുഡാണ്. ഡാലും ചോറും നല്ല അടിപൊളി ഫുഡ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മളങ്ങനെ ചെയ്തു. കുഴപ്പമില്ല, ഓവറോളും ഒക്കെ എല്ലാം നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യുമ്പോഴും എല്ലാം നല്ല സൗകര്യത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഫിറ്റായിട്ടിരിക്കുക.